നമസ്കാരം, ഞാൻ നന്ദുകാവാലമാണ്. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു അതിഭീകര സിറ്റുവേഷനാണ്. ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആടുജീവിതം എന്ന സിനിമ. മനുഷ്യരാണേലും മൃഗങ്ങളാണേലും പക്ഷികളാണേലും ഒറ്റപ്പെട്ടു പോകാറുണ്ടല്ലേ. എന്നാൽ ലോകത്ത് ലോൺലിയസ്റ്റ് ട്രീ, അതായത് ഒറ്റപ്പെട്ട ഒരു മരമുണ്ട്. അറിയാമല്ലോ, സാധാരണ മരങ്ങൾ ഒറ്റപ്പെട്ടങ്ങനെ നിൽക്കാറില്ല, അടുത്തൊക്കെ മരങ്ങളുണ്ടാവും. ഇത് ഒറ്റപ്പെട്ട, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോയൊരു മരമുണ്ട്. ഇത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൻ്റെ എന്ന് പറയുമ്പോൾ ന്യൂസിലൻഡിൽ നിന്നും 600 കിലോമീറ്റർ, മെയിൻ ലാൻഡിൽ നിന്നും 600 കിലോമീറ്റർ ദൂരെയാണ്, ക്യാമ്പൽ ഐലൻഡിലാണ് ഈ മരം. ഈ മരത്തിൻ്റെ പേര് സിറ്റ്ക സ്പ്രൂസ് എന്നാണ്. അത് ഇക്കാര്യത്തിൽ റെക്കോർഡ് നേടിയൊരു മരമാണെന്നും കൂടി ആലോചിക്കണം. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു മരമെന്ന് പറയുന്നത് 220 കിലോമീറ്റർ ദൂരെയാണ്. അതായത് ഇതിൻ്റെ അടുത്ത കൂട്ടുകാരൻ 220 കിലോമീറ്റർ ദൂരെയാണ്. അത് ഓക്ക്ലാൻഡ് ഐലൻഡിലാണ്. ഇതിൻ്റെ സ്വന്തം വർഗത്തിൽപ്പെട്ടൊരു മരമാണെങ്കിലോ അത് വേറെ ഒരു സ്ഥലത്താണ്, അത് പസഫിക്കിലാണ്. ഇനി ഈ ക്യാമ്പൽ ഐലൻഡിൽ എന്തുകൊണ്ട് ഈ ഒരു മരം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാറ്റുള്ള ഒരു ഐലൻഡായിരുന്നു അത്. അപ്പോഴവിടെ വലിയ മരങ്ങളെ വളരാൻ ഈ കാറ്റ് അനുവദിക്കില്ല. അങ്ങനെ ഈ മരം മാത്രം വളർന്നു, ബാക്കിയുള്ളതെല്ലാം തന്നെയും അവിടെ ചെറിയ പുൽച്ചെടികളായി മാത്രം മാറി, പൊന്തക്കാടുകളും അങ്ങനെ. പക്ഷേ മരമായിട്ട് ഇത് മാത്രമേ ഐലൻഡിലുള്ളൂ. അവിടെ മിക്കവാറും ദിവസവും മഴയാണ്, മിക്കവാറും മേഘാവൃതമാണ്. അതുകൂടാതെ 10 ഡിഗ്രിയിൽ കൂടുതൽ അവിടെ ചൂടും ഉണ്ടാവാറില്ല. ഇനിയും മറ്റൊരു കാര്യം പറഞ്ഞാൽ, അവിടെ ആകെ 40 ദിവസം മാത്രമേ ഒരു വർഷത്തിൽ മഴയില്ലാതെ ഉള്ളൂ. ഒരു വർഷത്തിലാകെ 40 ദിവസം മാത്രമേ അവിടെ മഴയില്ലാതെ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഒരു ദിവസം 24 മണിക്കൂറും 365 ദിവസം ഒരു വർഷവും ഉണ്ടെങ്കിൽ, അവിടെ ആകെ ഒരു വർഷം 600 മണിക്കൂർ മാത്രമാണ് സൂര്യപ്രകാശം ഉണ്ടാവുക. അതായത് ഒരു ദിവസം ഒരു 2 മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ സൂര്യപ്രകാശം. ഈ ക്ലൈമറ്റ് കണ്ടീഷൻസ് കാരണം അവിടെ ആകെ ഒരു ഹെർബ്സ് മാത്രമേ വളരുന്നുള്ളൂ. അതിൻ്റെ പേരാണ് മെഗാ ഹെർബ്സ്. ഈ മെഗാ ഹെർബ്സ് എന്ന് ഇതിന് പേര് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ വലിയ സൈസിലുള്ള ഒരു തരം ഹെർബാണ്. ഈ റീജിയണിൽ വേറെ ഒരു സ്ഥലത്ത് പോലും ഒരു സിറ്റ്ക സ്പ്രൗസ് മരവും കാണാൻ കഴിയില്ല. അതും അതിശയമാണ്. ക്യാമ്പൽ ഐലൻഡിൽ ഈ സ്പ്രൗസ് ട്രീ നട്ടത് ലോർഡ് റാൻഫെർലി അദ്ദേഹമാണെന്ന് കരുതുന്നു. പുള്ളി ഗവർണർ ജനറൽ ആയിരുന്നു ന്യൂസിലൻഡിൻ്റെ. അതുകൊണ്ടായിരിക്കാം തദ്ദേശീയമായി റാൻഫെർലി മരമെന്നാണ് ഈ മരത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വാർത്താ കൗതുകം നിർത്തുന്നതിന് മുമ്പ് പറയാം, ഈ മരത്തിന് മുമ്പ് ലോകത്തെ ഏറ്റവും ഒറ്റപ്പെട്ട മരം, ലോൺലി ട്രീ, ടെനറിയിലെ മരം എന്ന വൃക്ഷമായിരുന്നു. ട്രീ ഓഫ് ടെനറി എന്ന് ഇതറിയപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ മരുഭൂമിയുടെ ഭാഗത്താണ് ഇതുണ്ടായിരുന്നത്. സഞ്ചാരികൾ ഈ മരത്തെ ഒരു വഴികാട്ടിയായും ലാൻഡ്മാർക്കായുമൊക്കെ ഉപയോഗിച്ചിരുന്നു. മേഖലയുടെ ഭൂപടത്തിലൊക്കെ ഈ മരം സ്ഥിതി ചെയ്യുന്ന മേഖല അടയാളപ്പെടുത്തിയിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1973 മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരു ട്രക്ക് ഡ്രൈവർ ഈ മരത്തെ ഇടിച്ച് നശിപ്പിച്ചു. പിന്നീട് ഈ മരത്തിൻ്റെ അവശേഷിപ്പുകൾ നൈജർ ദേശീയ മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇത് ഇന്നും അവിടുത്തെ മ്യൂസിയത്തിൽ ഉണ്ട്.